മലപ്പുറം കരുവാരക്കുണ്ട് കൽക്കുണ്ടിലാണ് ഇന്ന് രാവിലെ ആന ആക്രമണത്തിൽ ഒരാൾ മരണപ്പെടുന്നത്. ഇയാൾ രാവിലെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് ടാപ്പിംഗ് തൊഴിലാളിയായ ഇദ്ദേഹത്തിന് ആനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. കാട്ടാനയുടെ ഈ ആക്രമണം നടന്ന സംഭവത്തിൽ ഇയാൾ തന്നെ മൊബൈൽ ഫോണിലൂടെ കൂട്ടുകാർക്ക് വിളിച്ചറിയിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു ആക്രമണത്തിൽ പെട്ടിട്ടുണ്ട് എന്ന്. അതിനുശേഷം അറിഞ്ഞവർ ഉടൻ തന്നെ പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി ഇയാളെ എത്തിക്കുകയായിരുന്നു. തുടർന്നാണ് ആശുപത്രിയിൽ നിന്നാണ് ഇയാൾ മരണപ്പെടുന്നത്. ഇയാൾ തന്നെ വിളിച്ചു പറയുന്ന സാഹചര്യത്തിലാണ് ഇത് മറ്റുള്ളവർ അറിയുന്നത്. അത് ആന ആക്രമിച്ചു എന്നുള്ളത് ഇയാളുടെ സുഹൃത്തുക്കൾക്കാണ് ഇയാൾ വിളിച്ചു പറയുന്നത്. അങ്ങനെയാണ് ഇവർ ചെന്നിട്ട് ഇയാളെ ആംബുലൻസിൽ താഴത്തേക്ക് കൊണ്ടുവരുന്നത്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു 8-8:30 ഉണ്ടാവും അല്ലേ? 7 മണിക്ക് അല്ലേ? 6 മണി 7 മണി 8 മണീൻ്റെ അടുത്താണ് എന്തായാലും സംഭവം നടന്നിട്ടുള്ളത്. അത് അറിയില്ല, കാരണം നമുക്ക് ഇയാളെ റിപ്പോർട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എൻ്റെ തൊട്ട അയൽവാസിയാണ്, എൻ്റെ തൊട്ട വീടാണ്. ഞാനും ഇയാളും ഒരു അതിര് പോലെ തന്നെ ജീവിക്കുന്ന ഒരാളാണ്. അയാൾ ടാപ്പിങ്ങുകാരനാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ ലോഡിങ് ഉണ്ട്, മരം അൺലോഡ് ചെയ്യുന്ന പരിപാടിയുണ്ട്. ഈ നമ്പർ അടിസ്ഥാനത്തിൽ CITUവിൻ്റെ മെമ്പർ കൂടെയാണ്. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ അത്താണിയാണ് ഇയാളുള്ളത്. ഉമ്മയും ഭാര്യയും 2 മക്കളുമായിട്ട്. ഞങ്ങൾക്ക് അവിടെ ആനയും കടുവയൊക്കെ ഉള്ളതാണ്. നമ്മൾ കരുവാരക്കുണ്ട് പ്രദേശങ്ങളിൽ ആനയും കടുവയൊക്കെ ഉള്ളതാണ്. ഇവർ മരം നോക്കാൻ വേണ്ടി പോയതാണ്. മരം നോക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുന്ന് ആനക്കൂട്ടവരെ ഓടിച്ച് അങ്ങനെ സംഭവിച്ചാണെന്ന് എനിക്ക് പ്രാദേശികമായിട്ട് കിട്ടിക്ക് വരാം. മറ്റുള്ള ഇവരെ കൂടെ ഉണ്ടായത് 2 പേര് ചോദിച്ചപ്പോൾ അവരങ്ങനെ പറഞ്ഞത്. അതിൽ ഒരുത്തും തടിക്കച്ചവടക്കാരനാണ്. അവരെ കൂടെ ഇവരും പോയതാണ്. അതാണ് വിവരങ്ങൾ കിട്ടിയത്. സംഭവത്തിൽ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലേക്ക് എത്തിയ DFOയ്ക്ക് നേരെയും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. സ്ഥിരമായി വന്യജീവികൾ കാട്ടാനയും അതുപോലെ തന്നെ കാട്ടുപോത്തുമെല്ലാം ഇറങ്ങുന്ന ഒരു ഏരിയ ആയിട്ടും ഇതിനൊരു വലിയ തോതിലുള്ള ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണമെന്ന് എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ല, ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. കാരണം ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ മൗലാനയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു. ആ രീതിയിലാണ് ഞങ്ങളിവിടെ എത്തിയത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ 2 പേര് വേറെ ഉണ്ടായതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 2 പേരെ പറ്റിയുള്ള വേറെ ബോട്ട്സ് എവിടെ വെച്ചാണ് കറക്റ്റായിട്ട് കൃത്യം നടന്നത് എന്നുള്ള കാര്യങ്ങളെയൊക്കെ കുറച്ചും കൂടി ക്ലാരിറ്റി നമുക്ക് ലഭിക്കാനുണ്ട്. അവരെയും കൂടി ലഭ്യമായാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുള്ളൂ. എന്തായാലും പ്രാദേശികമായി അന്വേഷിച്ചതിൽ എനിക്ക് തോന്നുന്നു പത്രമാധ്യമങ്ങളിൽ ന്യൂസ് വന്ന പോലെ ആ സ്ഥലത്ത് ടാപ്പ് ചെയ്തൊരു തൊഴിലാളി അല്ല ഇദ്ദേഹം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ആ ഏരിയയിൽ വലിയ എസ്റ്റേറ്റുകൾ മാത്രമുള്ള സ്ഥലങ്ങളാണത്. അപ്പോൾ ആ ഏരിയകളിൽ സരന്താലും വനമേഖലയുമായി ചേർന്ന് നടക്കുന്ന ഇതാണ്. Jam June Hypermarket, exceeding expectations.